അദുബില്ലാഹിമിഷീത്തോണുറജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലൈഹി വസല്ലം അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ സെഷന് ആമുഖ പ്രഭാഷണം നടത്തിയ വാഫി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ട്രഷറർ പ്രിയപ്പെട്ട അഫ്സൽ ശിവപുരം, വേദിയിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, നല്ലവരായ സഹപ്രവർത്തകർ, ഈ സെഷൻ്റെ ഇൻ്ററാക്ഷനാണ് ഈ സെഷനിൽ ഇവർ പറഞ്ഞിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് മാത്രം സംസാരിച്ച് ബാക്കി നിങ്ങളുമായി സംവദിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആദ്യ സെഷനിൽ എത്തിപ്പെടേണ്ടതായിരുന്നു. യാത്രയിലെ ക്ലേശം കാരണമാണ് ഒന്ന് വൈകിപ്പോയത്. ഏറെ സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചതിൽ. വിവിധ യൂണിയൻ്റെ ഭാരവാഹികളാണ് എനിക്ക് മുമ്പിൽ ഇരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് നിങ്ങളുടെ യൂണിയനിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ ഈ അക്കാദമിക വർഷത്തിലും സമാനമായ രൂപത്തിൽ സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന രൂപത്തിലേക്കുള്ള ഇടപെടലുകളും അതിൻ്റെ പ്രതികരണങ്ങളും നിങ്ങളുടെ ക്യാമ്പസുകളിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുകയാണ്. നമ്മളൊരു പുതിയ കാലത്താണ് ജീവിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഇന്നേ വരെ ഉരുൾപൊട്ടലുകളിൽ മരണപ്പെട്ടു പോയത് 296, 300-ൽ താഴെ ആളുകളാണ്. പക്ഷേ നമ്മുടെ കാലത്ത് വയനാട് നടന്നൊരു ദുരന്തത്തിൽ ഒരു പകൽ സൂര്യൻ അസ്തമിച്ച് മറ്റൊരു പകലിൻ്റെ സൂര്യോദയത്തിന് മുൻപായി നഷ്ടപ്പെട്ടു പോയത് 500-ലധികം മനുഷ്യജീവനുകളാണ്. കണ്ണ് ചിമ്മിക്കിടന്നവർ കണ്ണ് തുറക്കുമ്പോൾ മരണത്തിലേക്ക് യാത്ര പോയ വാർത്തകളാണ് നമ്മൾ കേട്ടത്. വയനാട് ഗ്രാമത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ ക്യാമ്പുകളിലെ ഓരോ മനുഷ്യരും സംസാരിക്കുന്നത് വലിയ വൈകാരികമായിട്ടാണ്. നമ്മൾ കണ്ടതിനേക്കാൾ ഭീകരമായി അവരുടെ കണ്ണുകളിൽ നമ്മൾ കാണുകയാണ്. നമ്മൾ കേട്ടതിനേക്കാൾ ഭീകരമായ ചിത്രങ്ങൾ അവരുടെ മുഖത്തു നിന്ന് നമ്മൾ വായിച്ചെടുക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷകളുടെ കൂടുകൂട്ടിയ ഭാവി ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ ഒരുപാട് നെയ്തുകൂട്ടിയ ഒരു പറ്റം മനുഷ്യർ ഒരു രാത്രി കൊണ്ട് എല്ലാ സ്വപ്നവും തകർന്നു പോവുകയാണ്. അവിടെയുള്ള ജനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഭൂരിപക്ഷ ജനങ്ങളും ഒരു സെമി ആവറേജ് ലൈഫ് ജീവിക്കുന്ന ആളുകളാണ്. നമുക്കറിയാം, നമ്മളെ ചാനലുകളിൽ പത്രങ്ങളിലൊക്കെ കാണുമ്പോൾ 2 നില വീടുകളാണ് അവിടെയുള്ള ഭൂരിപക്ഷ വീടുകൾ. എന്ന് വെച്ചാൽ താരതമ്യേന തിരക്കേടില്ലാത്തൊരു ജീവിത നിലവാരത്തിൽ ജീവിച്ചിരുന്ന ഒരു പറ്റം ആളുകൾ ഒരു പകലിൻ്റെ സൂര്യോദയത്തിൽ ഒന്നുമില്ലാത്ത ഭൂമിയിൽ ഒന്നുമില്ലാത്തവരായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ് മാറിയിട്ടുള്ളത്. ഞാനിത് പറഞ്ഞു വെച്ചത്, സമാനമായൊരു വാർത്ത ഇന്നലെ നമ്മൾ വായിച്ചു. അത് പലസ്തീനിൽ നിന്നാണ്. പലസ്തീനിൽ നിന്ന് വൈകാരികമായ പല വാർത്തകളും വരാറുണ്ട്. ഗസയിൽ നിന്ന് ഇന്നലെ വന്ന വാർത്ത, പ്രസവം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് 3 ദിവസമായി, ഭാര്യയ്ക്ക് സിസേറിയനാണ്, ഇരട്ടക്കുഞ്ഞുങ്ങളാണ്, വലിയ സന്തോഷത്തിലാണ് പിതാവ്. ഡെലിവറി കഴിഞ്ഞ് സിസേറിയൻ കഴിഞ്ഞ് ഭാര്യയെയും കുട്ടികളെയും വീട്ടിൽ കൊണ്ടാക്കിയതാണ്. തൻ്റെ താൽക്കാലികമായ ഷെൽട്ടറിനകത്ത് കൊണ്ടാക്കി. തൻ്റെ കുഞ്ഞിനെ ഒന്ന് കളിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. തൻ്റെ 2 കുഞ്ഞുങ്ങളെ ഒന്ന് താലോലിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. കാരണം സ്വാഭാവികമായി സിസേറിയൻ ആയതുകൊണ്ട് ആശുപത്രിയുടെ പ്രൊസീജിയറുകൾ കൂടുതലാണ്. അത് കഴിഞ്ഞ് വീട്ടിലേക്കെത്തി തൻ്റെ 2 പൊന്നു മക്കളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ശരിയാക്കുന്നതിന് വേണ്ടി ഗസയിലെ ആ ചെറുപ്പക്കാരൻ അവിടുത്തെ ഗവൺമെൻറ് ഓഫീസിലേക്ക് പോയതാണ്. തിരിച്ചു വരുമ്പോൾ കണ്ടത് ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ട് കിടക്കുന്ന തൻ്റെ 2 പിഞ്ചുങ്ങളും തൻ്റെ മാതാവും തൻ്റെ ഭാര്യയും ഉൾപ്പെടെയുള്ള ആളുകളെയാണ്. എന്ന് വെച്ചാൽ നിമിഷ നേരം കൊണ്ട് ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ തകർന്നു പോകുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് യൂണിയൻ്റെ ഭാരവാഹികൾ നിങ്ങളിവിടെ ചർച്ച ചെയ്യുന്നത്, നിങ്ങൾ ലേണിംഗ് ആൻഡ് ലീഡിങ് ടുഗദർ എന്നാണ്. നമ്മൾ ഒരുമിച്ച് പഠിക്കുകയും ഒരുമിച്ച് മുന്നേറുകയും ചെയ്യേണ്ട ഒരു കാലമാണ് എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മളിൽ എത്ര പേർ അങ്ങനെയൊരു ചിന്തയിൽ മുന്നോട്ട് പോകുന്നുണ്ട്?
ഒരുമയെന്ന് പറയുന്ന മൂന്നക്ഷരത്തിൻ്റെ മഹിമ നമ്മൾ എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? നമ്മളെല്ലാവരും അവനവൻ്റെ ലോകത്ത് അവനവൻ്റെ ഇടങ്ങളിൽ മികച്ചതാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു ഓട്ട മത്സരത്തിനകത്ത് ഒന്നാമനാകാൻ വേണ്ടി ഓടുന്നവൻ്റെ മനസ്സിലെ ചിന്ത കൂടെ ഓടുന്ന 4 പേരും പരാജയപ്പെടണം എന്നതാണ്. അങ്ങനെ ചിന്തിച്ചാണ് ഒന്നാമനാകാനുള്ളവൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കാലത്ത് ഒരുമിച്ചിരുന്നു കൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയണം എന്ന് പറയുന്ന വാചകത്തിന് എത്രമേൽ ജീവിതത്തിൽ ചേർത്തു വെക്കാൻ കഴിയും എന്ന ആശങ്ക, അല്ലെങ്കിൽ എത്രമേൽ ജീവിതത്തിൽ ചേർത്തു വെക്കാൻ നമുക്ക് സാധ്യമാകുന്നുണ്ട് എന്നത് നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തയിലേക്ക് കൊണ്ടുവരേണ്ട ഒന്നാണ്. ഇന്നലെ ഞാൻ MSFൻ്റെ പ്രസിഡന്റ് എന്ന രീതിയിലാണ് എന്നെ ക്ഷണിക്കപ്പെട്ടത്. ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം നോക്കി, എൻ്റെ ഡെസിഗ്നേഷൻ നിങ്ങൾ എന്താണ് എഴുതിയത് എന്ന്. MSFൻ്റെ പ്രസിഡന്റ് എന്ന രീതിയിലാണ്. ഞാൻ എൻ്റെ സംസാരങ്ങൾക്കിടയിൽ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. MSF എന്ന് പറയുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു ഭാരവാഹിത്വം വഹിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ഈ കൊടി എന്തിനു പിടിക്കണം, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ എന്തിനു നടത്തണം എന്ന ചോദ്യത്തിൻ്റെ എൻ്റെ ഉത്തരം, മരണാനന്തര ജീവിതത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ എന്നെ പാകപ്പെടുത്തണം എന്നത് തന്നെയാണ്. എന്ന് വെച്ചാൽ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും, അത് രാഷ്ട്രീയ പ്രവർത്തനമായാലും സാമൂഹിക പ്രവർത്തനമായാലും മറ്റെന്ത് ആക്ടിവിറ്റികളായാലും അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്തേക്ക് സഞ്ചരിക്കപ്പെടും എന്ന വിശ്വാസത്തിലാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇന്നലെ അഭിമന്യനായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടുമുറ്റത്ത് വെച്ച് ഒരു ഹൃദയസ്പർക്കായ ചടങ്ങുണ്ടായിരുന്നു. വയനാട്ടിലെ ഈ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി MSFൻ്റെ ബാലകേരളം എന്ന് പറയുന്ന ചെറിയ കുട്ടികളുടെ ഒരു ഓർഗനൈസേഷൻ, അവർ അവരുടെ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി ഉണ്ടാക്കി വെച്ച അവരുടെ സമ്പാദ്യ കുടുക്ക അത് അതിലേക്ക് നൽകാൻ വേണ്ടി, വയനാട്ടിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിന് വേണ്ടി കൈമാറാൻ വേണ്ടി പാണക്കാട് വന്നതാണ്. ഒരു 10-30 കുട്ടികളുണ്ടായിരുന്നു. അതൊക്കെ നൽകി ആ വൈകാരികമായൊരു മുഹൂർത്തം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എൻ്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു. ഏതൊരു ഗ്രൂപ്പിൽ വന്നൊരു വീഡിയോ ആണ്. ഞാൻ ആ വീഡിയോ 2 തവണ പിന്നെയും കേട്ടു. വലിയ അസ്വസ്ഥമുണ്ടാക്കുന്ന ഒന്നാണ്. ഞാനൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രഭാഷകൻ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമാണ്. അദ്ദേഹം പറയുകയാണ്, ഈ പണികളൊക്കെ, ഏത് പണികളൊക്കെ, ഈ വീടുണ്ടാക്കലും ആളുകളെ സഹായിക്കുന്ന പണിയൊക്കെ നാട്ടിലെ ലയൺസ് ക്ലബ്ബ് എടുക്കേണ്ട പണിയാണ്. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി എടുക്കുകയാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് കപടതയാണ്. അങ്ങനെ ഏതെങ്കിലും പാർട്ടിയോ പ്രവർത്തകരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് ഒരു ഉപകാരവും അവർക്ക് ഉണ്ടാവില്ല, അത് കപടതയാണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ്. ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ എന്നെ ഏറെ വേദനിപ്പിച്ചു ആ പ്രസംഗം. ഞാനൊക്കെ വ്യക്തിപരമായി ഏറെ ശ്രവിച്ചിട്ടുള്ള ഒരു പ്രാസംഗികനാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് അങ്ങനെ പ്രചോദകമായത് എന്ന് എനിക്ക് മനസ്സിലായില്ല. സോഷ്യൽ മീഡിയ പോലൊരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ വന്ന് അങ്ങനെ പ്രസംഗിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ പ്രസംഗിക്കുമ്പോൾ എന്താണ് ഒരു സമൂഹത്തോട് അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചത്? ഞാൻ ഏറെ ബഹുമാനത്തോടു കൂടി, ഒരുപക്ഷെ എനിക്കത് മിണ്ടാതിരിക്കാം, അത് കേട്ട് മിണ്ടാതിരുന്നു കൊണ്ട് സമൂഹത്തിൽ ജീവിച്ചു പോവാം. ഒരുപക്ഷെ ഇതിനെതിരെ ഒരു പ്രതികരണം നടത്തിയാൽ വിവിധ കോണുകളിൽ നിന്ന് നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന പോലെ സൈബർ അറ്റാക്കുകൾ, വിമർശനങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ ഞാൻ എൻ്റെ ബോധ്യത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്, എന്തിനാണ് അദ്ദേഹം അങ്ങനെ പ്രസംഗിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ കാതൽ എന്താണ് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ആദരണീയരായ എൻ്റെ പണ്ഡിതന്മാർ, എൻ്റെ ഉസ്താദുമാർ, അവർക്ക് എന്നെ തിരുത്താനുള്ള അവകാശമുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ പ്രസംഗത്തിൻ്റെ കാതൽ എന്ന് എനിക്ക് മനസ്സിലാകണം. ഞാനിതൊരു പൊതുവേദിയിൽ തന്നെ വിമർശന വിധേയമായി പറയാനുള്ള കാരണം, ഞാനിത് കണ്ടത് സോഷ്യൽ മീഡിയയിലാണ്, വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ്. അങ്ങനെ പരാമർശിക്കപ്പെടാൻ എന്താണ് ഒരു കാരണമായി ഉണ്ടായത്, അല്ലെങ്കിൽ അത് പരാമർശിക്കപ്പെടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ കരുതുന്നത്, എൻ്റെ വായനകളിൽ, എൻ്റെ കേൾവികളിൽ, എൻ്റെ പഠനങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയത്, അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, തെറ്റുള്ളവർക്ക് അത് തിരുത്താം. എൻ്റെ ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, ലോകത്ത് മാതൃകയാക്കാവുന്ന ഏറ്റവും പ്രഗത്ഭനായ രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത്, അത് രാഷ്ട്ര നിർമ്മാണമാണെങ്കിൽ, സാമൂഹിക ഇടപെടലുകളാണെങ്കിൽ, സമൂഹത്തിൻ്റെ നന്മയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നതെങ്കിൽ, ഞാൻ കണ്ട ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്നത് പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന അഭിമാനത്തോടു കൂടി പറയുകയാണ്. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ വിമർശിക്കപ്പെടാൻ വേണ്ടി കഴിയുക? അവിടെയാണ് നിങ്ങൾ നേരത്തെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കൂടിച്ചേരലിൻ്റെ, ഒരു ജമാഅത്തായി നിൽക്കലിൻ്റെ, ഒരു ചേർത്തുപിടിക്കലിൽ നിന്നുള്ള ഒരു വിഭിന്ന സ്വരമായി ഇത്തരം സ്വരങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്? അതെങ്ങനെയാണ് ഒരു പ്ലൂറൽ സൊസൈറ്റിക്കകത്ത് അത്തരം സന്ദേശങ്ങളെ കൊടുക്കാൻ വേണ്ടി കഴിയുന്നത്? ഞാൻ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ
നിങ്ങളോട് പറയുന്നത്, നമ്മൾ കാലത്തോട് സംവദിക്കാൻ പ്രാപ്തമാകണം. നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ മുമ്പിലിരിക്കുന്ന കേവലം 10 പേരോടോ 100 പേരോടോ 1000 പേരോടോ മാത്രമല്ല, അത് ലോകത്തിരിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും കേൾക്കാൻ കഴിയുന്ന ആധുനിക ലോകത്താണ് നമ്മൾ ഉള്ളത് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ആ ലോകത്തോട് സംവദിക്കാൻ നിങ്ങൾ പ്രാപ്തമാകണം. നിങ്ങൾ വിവിധ യൂണിയന്റെ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ട് വന്നവരാണ്. ആ യൂണിയന്റെ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ട് വരുമ്പോൾ നിങ്ങളുടെ യൂണിയൻ ഇറക്കുന്ന ഒരു മാഗസിൻ, നിങ്ങളുടെ യൂണിയന്റെ മാഗസിനകത്തുള്ള ഒരു കുറിപ്പ്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ഒരു വിങ് നടത്തുന്ന ഒരു പരിപാടിയിലെ ഒരു മുദ്രാവാക്യം, അത് കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു മുദ്രാവാക്യമാണ് എന്ന ബോധ്യം ഉണ്ടാകണം. അതിന് ചില സവിശേഷതകൾ ഉണ്ടാകണം. ആ മുദ്രാവാക്യത്തിൻ്റെ പേരിൽ എൻ്റെയോ നിങ്ങളുടെയോ സമുദായം നാളെ വിമർശിക്കപ്പെടുകയോ വിമർശനാത്മകമായ ചർച്ചകൾക്ക് സമൂഹത്തിന് മുമ്പിലേക്ക് വലിച്ചിഴക്കപ്പെടുകയോ ചെയ്യരുത് എന്ന ബോധ്യം എനിക്കും നിങ്ങൾക്കുണ്ടാകണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു പക്ഷേ നിങ്ങളുടെ തലയിലൊക്കെ തൊപ്പിയുണ്ട്, നിങ്ങളുടെ തലയിലൊരു തൊപ്പിയുണ്ട്, നിങ്ങൾ പലർക്കും താടിയുണ്ട്. ഞാൻ തൊപ്പി വെക്കുന്ന ഒരാളല്ല, ഞാൻ താടി അങ്ങനെ നിങ്ങൾ വെക്കുന്ന ഒരു ഉദ്ദേശത്തിൽ വെക്കുന്ന ഒരാളുമല്ല. ഞാൻ തുറന്നു പറഞ്ഞുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ തലയിൽ തൊപ്പിക്കൊരു സവിശേഷതയുണ്ട്, നിങ്ങളുടെ വസ്ത്രധാരണക്കൊരു സവിശേഷതയുണ്ട്. ആ സവിശേഷത എന്ന് പറയുന്നത് സമൂഹം നിങ്ങൾക്ക് നൽകുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. ആ പ്രിവിലേജ് നിങ്ങൾക്ക് വ്യക്തിപരമായി നൽകുന്ന പ്രിവിലേജ് അല്ല, അതൊരു സമൂഹത്തിന് നൽകുന്ന പ്രിവിലേജാണ്. ഒരു പക്ഷേ വിശ്വാസ സംഹിതക്കകത്തിരുന്നുകൊണ്ട് അതിൻ്റെ ഇത്തരത്തിലുള്ള ഇടപെടൽ ആളുകൾക്ക്, പണ്ഡിതന്മാർക്ക്, അതിൻ്റെ പുതിയ വിദ്യാർത്ഥി സമൂഹത്തിന്, അതിന് മതപരമായ മേഖലകളിൽ ഇടപെടുന്ന ആളുകൾക്ക് സമൂഹം വെച്ച് നൽകുന്ന ഒരു സവിശേഷതയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് നീതി പുലർത്താൻ കഴിയാത്ത ഒരു കാര്യം ജീവിതത്തിൽ ചെയ്യേണ്ടി വന്നാൽ നിങ്ങളുടെ ഉടയാടകൾ അഴിച്ചു വെക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത് നിങ്ങളുടേത് മാത്രമല്ല, അതൊരു സമുദായത്തിൻ്റെതാണ്, അതൊരു സമുദായത്തിൻ്റെ അടയാളങ്ങളാണ്. നിങ്ങൾ കാണിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീതികേടിന് നിങ്ങളോട് പോലും പൂർണ്ണമായി ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നാൽ നിങ്ങളുടേത് മാത്രമല്ലാത്ത ഉടയാടകളെ അഴിച്ചു വെക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണം. അത് ഈ സമൂഹത്തിൽ അങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. ഞാൻ വ്യക്തിപരമായി ഒരു വിശ്വാസി എന്ന രീതിയിൽ ഞാൻ നിങ്ങളെയൊക്കെ കാണിക്കേണ്ടത്, ഞാനൊരു വിശ്വാസിയാണ് എന്നൊരു സമൂഹത്തിന് മുമ്പിൽ ഞാൻ ഉയർന്നു പറയുമ്പോൾ, ഞാൻ കൈ ഉയർത്തി ഞാനൊരു വിശ്വാസിയാണ് എന്നൊരു സമൂഹത്തിന് മുമ്പിൽ പറയുമ്പോൾ, ഇതാണോ നിന്റെ വിശ്വാസമെന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമെങ്കിലും ആ സമൂഹത്തിൽ ഇല്ലാതിരിക്കാൻ, ഞാനൊരു വിശ്വാസിയാണെന്ന് പറയുമ്പോൾ ഞാൻ അപമാനിക്കപ്പെട്ടു പോയാലും ഈ വിശ്വാസ സംഹിതയെ അപമാനിക്കപ്പെടുന്ന രൂപത്തിലേക്ക് ഒരു പ്രവർത്തനം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്കെല്ലാവർക്കും സാധ്യമാകേണ്ടതുണ്ട്. അത് വർത്തമാന കാലത്ത് ഏറെ പ്രസക്തമാണ്. നോക്കൂ, ഒരു ഇലയനക്കത്തെ പോലും വലിയ ചർച്ചകൾക്ക് കൊണ്ടുപോകുന്നവർ, ഒരു ഇലയനക്കത്തെ പോലും മണിക്കൂറുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സൊസൈറ്റിക്ക് മുൻപിൽ ജാഗ്രതയോടുകൂടിയുള്ള മുന്നോട്ട് പോക്ക് നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്ന് മാത്രം ഈ യൂണിയൻ പ്രവർത്തനത്തിൻ്റെ വേളയിൽ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട്, വരാനിരിക്കുന്ന കാലത്തേക്കും പോയ കാലത്തേക്കുമെല്ലാം നമ്മൾ കാണിച്ച മാതൃകകൾ, ഈ വർത്തമാന കാലത്തും പോയ കാലത്തും നമ്മൾ കാണിച്ച മാതൃകകൾ വരാനിരിക്കുന്ന കാലത്തേക്കും മാതൃകകളായി മുന്നോട്ട് വെക്കാൻ നമുക്ക് സാധ്യമാകട്ടെ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഐക്യമെന്ന 2 അക്ഷരത്തിൻ്റെ ചേർന്നിരിപ്പ് എന്ന് പറയുന്ന മനോഹാരിതയെ മലയാളി എല്ലാ കാലത്തും ആസ്വദിച്ചതാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ വിശ്വാസി സമൂഹം അതിൻ്റെ എല്ലാ സൗന്ദര്യത്തെയും ഉൾക്കൊണ്ടവരാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സംസാരം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.